തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയപരിധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3 മണി വരെ സ്ഥാനാർത്ഥികൾക്ക് നേരിട്ടോ നിർദ്ദേശകർ വഴിയോ പത്രിക സമർപ്പിക്കാം. ഇനിയും ബാക്കിയുള്ളിടത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള അവസാനവട്ട തിരക്കിലാണ് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും. ഇന്നലെ വരെ 95,369 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടു. റിനു ശ്രീധരൻ തിരുവനന്തപുരത്തു നിന്നും, വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്നും, ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്നും ചേരുന്നുണ്ട്. 3 മേഖലകളുടെ വിവരങ്ങൾ അവർ പറയുകയും ചെയ്യും. റിനുവിലേക്ക് ആദ്യം. റിനു, ഈ പറയുന്ന വിമതശല്യം അവിടെയുണ്ട്. ഈ പറയുന്ന ആദ്യം വിപിൻ സി വിജയനിലേക്കാണ് പോകുന്നത്. വിപിൻ, ഇപ്പോൾ കൊച്ചിയിലെയും കൊച്ചി മേഖലയുടെയും കാര്യവും ഏതാണ്ട് സമാനം തന്നെയാണ്. വലിയ വിമതശല്യം കോൺഗ്രസിനകത്തുണ്ട്. കോൺഗ്രസ് ലീഗ് തർക്കമുണ്ട്. CPM മത്സരമുണ്ട്. BJPക്ക് അകത്ത് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അടിത്തട്ടിലെ പോരാട്ടമാണ്. അടിത്തട്ടിൽ വിയോജിപ്പുകൾ, തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു മഹാസംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല താനും. വിപിൻ, എന്താണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസത്തെ കൊച്ചിയിലെയും പരിസര പ്രദേശങ്ങളുടെയും കാഴ്ച? വിപിൻ. അഷ്മി, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇപ്പോൾ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ 3 മുന്നണികളിലും ഈ പറഞ്ഞതുപോലെ തർക്കമുണ്ട്. അതിന്റെ അടിത്തട്ടിലേക്ക് വരുമ്പോൾ പ്രതിസന്ധികളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത. അത് BJPയെ സംബന്ധിച്ച് BJP BDJS പ്രശ്നം നിലനിൽക്കുന്നു. LDFനെ സംബന്ധിച്ച് CPM CPI തർക്കങ്ങൾ മധ്യ കേരളത്തിൽ പൊതുവെ നിലനിൽക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഗ്രൂപ്പ് തർക്കം, ഒപ്പം തന്നെ UDFനകത്തുള്ള പ്രശ്നങ്ങൾ, മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ അവസാന നിമിഷവുമുള്ള ഒരു പൊതുചിത്രം എന്ന് പറയാവുന്നത്. അതിനപ്പുറമാണ് ഈ വിമതശല്യവും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിൽ മാത്രം നോക്കുകയാണെങ്കിൽ, ഇടുക്കിയിൽ അത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഇടയിലുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് 2 യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെയും വൈസ് പ്രസിഡന്റിനെയും ആണ് പരിഗണിച്ചിരുന്നത്. അവർക്ക് സീറ്റ് ധാരണയുമായതാണ്. ഇപ്പോൾ അവസാന നിമിഷം അത് KPCC ഈ സീറ്റുകൾ വെച്ചു മാറണം എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അവർക്ക് ആദ്യം പറഞ്ഞിരുന്ന സീറ്റുകളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലിപ്പോഴും ഒരു സമവായ ചർച്ചകൾ നടക്കുന്നേയുള്ളൂ. ഈ അവസാന നിമിഷത്തിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിനകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗുമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നേതൃത്വം ഇതെല്ലാം തന്നെ പറഞ്ഞു തീർത്തു എന്ന് പറയുമ്പോഴും താഴേക്കിടയിൽ ആ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇടുക്കിയിൽ നിന്നുള്ള ഒരു ചിത്രമുള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ച്, തൃശ്ശൂരിൽ മറ്റ് LDFിന്റെയും UDFിന്റെയും ഈ സീറ്റ് ധാരണകളെല്ലാം തന്നെ പൂർത്തിയാക്കിയെന്നുണ്ടെങ്കിലും അവിടെ കുറച്ചുകൂടി പ്രശ്നം നിലനിൽക്കുന്നത് BJPയിലാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഒരു കൊച്ചി ഇവിടെ കോർപ്പറേഷനിൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന് 6-7 സ്ഥലങ്ങളിൽ നല്ല വിമതന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയോ പിൻവലിക്കുകയോ, ഇനി പിൻവലിച്ചാൽ തന്നെ വോട്ട് എങ്ങോട്ട് വീഴും എന്നൊക്കെയുള്ള ആശങ്ക സ്വാഭാവികമായും മുന്നണികളുണ്ടോ വിപിൻ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സ്വതന്ത്രൻ്റെയൊക്കെ ഒരു ബലത്തിൽ ആണ് തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ ഇപ്പോൾ ഭരിക്കുന്നത്, LDF ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ചു മത്സരമാണ് കൊച്ചിയെ സംബന്ധിച്ചും തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ടും ഒക്കെ ഉള്ളത്. വിമതശല്യം ആണ്, വിമത ഭീഷണി തന്നെയാണ് ഏറ്റവും കൊച്ചിയൊക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത്. അത് കോൺഗ്രസ് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കും എന്നുള്ളതൊക്കെ പറയുമ്പോഴും വിമതരുടെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഓരോ പ്രദേശത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോലും ഉണ്ട്. അമ്പലപ്പുഴയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ CPM CPI തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അമ്പലപ്പുഴയിൽ കോൺഗ്രസും ലീഗും രണ്ടായിട്ട് മത്സരിക്കും എന്നുള്ള ഏറ്റവും പുതിയ വിവരം വരുന്നു. BJP അവരുടെ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു വിവരമുള്ളത്. കേരള കോൺഗ്രസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് കോട്ടയത്ത് CPIയുടെ ഒരു പരാതിയുള്ളത്. അങ്ങനെ ഒരു അഡീഷണലായി വന്നിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്തിലെ ഒരു സീറ്റ് അത് കേരള കോൺഗ്രസിന് കൊടുത്തത് അവിടെ ഒരു തർക്കത്തിന് കാരണമായിരുന്നു. പിന്നീട് അത് ഇപ്പോൾ ഒരു പൊതു സ്വതന്ത്രനെ നിർത്താം എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു പൊതുചിത്രമുള്ളത്. അതായത് താഴേക്കിടയിൽ ഇപ്പോഴും ഈ ഒരു അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അത് പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ വിമതർ ഉൾപ്പെടെയുള്ള എത്ര പേർ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാന നിമിഷത്തിലുള്ള ഒരു ഉദ്യോഗ നിമിഷം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഈ കൂടുതലായും ഇവരെയൊക്കെ തന്നെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. ഈ സീറ്റിന് വേണ്ടി സീറ്റ് പറഞ്ഞു വെച്ചവർ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെയുമായി മുന്നോട്ട് പോയവർക്ക് സീറ്റ് കിട്ടാത്തതിന്റെ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയണം. ആഷ്മി. ഓക്കെ, റിനു ശ്രീധർ കൂടെ ഉണ്ട്. റിനുവും അവിടെ നമ്മൾ അങ്ങേയറ്റം പല കയ്യാങ്കളി തമ്മിലടിയൊക്കെ പലയിടങ്ങളിൽ കാണുന്നു. നമ്മൾ തിരുവനന്തപുരത്ത് പക്ഷേ അങ്ങേയറ്റം കടന്ന് ഒരു ആത്മഹത്യ കണ്ടു, ഒരു ആത്മഹത്യാ ശ്രമം കണ്ടു. ആത്മഹത്യാ ശ്രമം നടത്തിയ ആൾ സ്ഥാനാർത്ഥിയാവുന്നത് കണ്ടു. അവിടെ പിന്നെ മറ്റൊരു ഘട്ടത്തിൽ വൈഷ്ണ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടുന്നതും പിന്നീട് പേരാവുന്നതും അവർ വാർത്തകളിൽ നിറയുന്നത് കണ്ടു. ഇനി കൊല്ലത്തേക്ക് വന്നാൽ അവിടെ അതിർത്തിയിൽ CPM CPI LDFന് തന്നെ 2 സ്ഥാനാർത്ഥികൾ CPM CPI സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന കാഴ്ചകൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവിടെയും തിരുവനന്തപുരത്തിൻ്റെ പരിസര പ്രദേശങ്ങളും അല്ലെങ്കിൽ തെക്കൻ മേഖലയിലും ഒട്ടും തന്നെ കുറവല്ല മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസവും. റിനു.
തീർച്ചയായിട്ടും ഹാഷ്മി, തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മുന്നണികളിലും ഉള്ളത്. ഇടതുപക്ഷത്തിലും അതുപോലെ തന്നെ UDF-ന്റെ ഭാഗത്തും അതുപോലെ BJP-യിലും എല്ലാം വലിയ തർക്കങ്ങൾ ഉയർന്നു വന്നു. നമുക്കറിയാം BJP-യിൽ സ്ഥാനാർത്ഥി ആത്മഹത്യ ശ്രമം നടത്തുന്നു. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനാൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുന്ന അത് നമ്മൾ കണ്ടു. എന്തായാലും UDF-ന്റെ ഭാഗത്തും വലിയ കുറവൊന്നുമില്ല. UDF-ന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ റിബൽ സ്ഥാനാർത്ഥിമാർ ഈ സംസ്ഥാനത്ത് തന്നെ ഉള്ളത് എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് കണ്ട് സംസാരിച്ചത്. ഈ 24-ാം തീയതിയാണ് ഈ നാമനിർദ്ദേശ പത്രിക നൽകേണ്ടുന്ന അല്ലെങ്കിൽ പിൻവലിക്കാവുന്ന ഏറ്റവും അവസാന ദിവസം. ഇന്ന് 3 മണിവരെയാണ് നൽകേണ്ടുന്ന സമയവും. ഇതിനിടയ്ക്ക് പിൻവലിച്ചില്ലെങ്കിൽ ഇവരൊന്നും തന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു അന്ത്യശാസന കൂടി കെ മുരളീധരൻ നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നേതാക്കളെല്ലാം അത്തരത്തിലുള്ള ഇടപെടലാണ്. LDF-ന്റെ ഭാഗത്തും വലിയ രീതിയിൽ മാറ്റമൊന്നുമില്ല. വിവിധ പഞ്ചായത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2 ജില്ലകളിൽ നിന്ന് LDF-ന് ഒരേ സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. തിരുവനന്തപുരത്ത് ജില്ലയിലെ CPM സ്ഥാനാർത്ഥിയും കൊല്ലം ജില്ലയിലെ CPI സ്ഥാനാർത്ഥിയും മടത്തറ വാർഡിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആർനാടും സമാന രീതിയിൽ തന്നെ LDF-നകത്ത് 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. വെങ്ങാനൂരിൽ സ്ഥാനാർത്ഥി നിശ്ചയിച്ച് പ്രചരണം ആരംഭിച്ചതിനു ശേഷം സ്ഥാനാർത്ഥിയെ മാറ്റിയത് നമ്മൾ കണ്ടു. വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 3 മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടുന്ന ഏറ്റവും അവസാനത്തെ സമയം എന്നുള്ളത്. ഈ 3 മണിക്ക് മുമ്പ് നേരിട്ടോ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന ആൾ വഴിയോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സംസ്ഥാനത്ത് നിലവിൽ ഇതുവരെയുള്ളത് 95,369 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നലെ വൈകുന്നേരത്തുള്ള കണക്കാണ് ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്ക്. അതിനുശേഷം ഇന്ന് തിരുവനന്തപുരത്ത് BJP-യിൽ തന്നെ ശ്രീലേഖയും അതുപോലെ തന്നെ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ പത്രിക സമർപ്പിക്കും. VV രാജേഷ് അല്പസമയത്തിനകം, അതുപോലെ തന്നെ ശ്രീലേഖ 12 മണിക്കും പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 8,461 പേർ ഇതുവരെ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഒപ്പം പത്തനംതിട്ട പരിശോധിക്കുകയാണെങ്കിൽ 1,999 പേരാണ് നിലവിൽ ഇപ്പോൾ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. കൊല്ലം പരിശോധിക്കുകയാണെങ്കിൽ 6,680 പേർ. പക്ഷേ ഇന്ന് 3 മണിവരെ സമയമുണ്ട്. ഈ കണക്കിൽ മാറ്റമുണ്ടാകും. അവസാനവട്ട കൂട്ടലും കിഴിക്കലും എല്ലാം കഴിഞ്ഞ്, തർക്കങ്ങളും എല്ലാം കഴിഞ്ഞ് ഇന്ന് 3 മണിക്കകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേതാക്കളും അണികളും എല്ലാം നെട്ടോട്ടത്തിലോടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഹാഷ്മി. ഓക്കെ, റിനോ ശ്രീധരാണ് തെക്കൻ കേരളത്തിന്റെ വിവരങ്ങൾ നൽകിയത്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. ഷഹദ് റഹ്മാനിലേക്ക് പോകുന്നു. ഷഹദ്, ഇത് നിയമസഭയോ ലോക്സഭയോ പോലെ അല്ല, അടിത്തട്ടിലെ മത്സരമാണ്. അടിത്തട്ടിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് ഏതെങ്കിലുമൊക്കെ പദവി കിട്ടാൻ ആഗ്രഹമുള്ള മത്സരമാണ്. ആഗ്രഹിക്കുന്നതിൽ പിഴവില്ല. സീറ്റ് കിട്ടാതാകുമ്പോൾ വിയോജിപ്പുകൾ, തർക്കങ്ങൾ, പൊട്ടിത്തെറികൾ, അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നണി മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുണ്ടാവണം. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയാണല്ലോ. ആ വിയോജിപ്പില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഭംഗി? ജനാധിപത്യത്തിന്റെ ഭംഗി കൂടിയാണ് ആ വിയോജിപ്പ്. പക്ഷേ ഈ VM വിനുവിനെ പോലെ അങ്ങനെ പറ്റിയും കൂടാ. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഏതെങ്കിലും തരത്തിൽ മുന്നൊരുക്കമില്ലാതെ ഒരു മേയർ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെ ആവുകയും ചെയ്തുകൂടാ. അതടക്കം കോഴിക്കോടും ആ മേഖലയിലും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സമർപ്പിക്കാൻ ഉള്ള സമയം പൂർത്തിയാകുമ്പോൾ വിമതശല്യം ഈ പറയുന്ന പാർട്ടികളിൽ, മുന്നണികളിൽ എത്രത്തോളം ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് ഷഹദ്? നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്ന മുസാഫർ അഹമ്മദിന്റെ പത്രിക സമർപ്പണമാണ്. മുസാഫർ അഹമ്മദിനൊപ്പം ഇപ്പോൾ ഉള്ളത് അത് മന്ത്രി മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മെഹബൂബ് ഉൾപ്പെടെയുള്ള ആളുകൾ, കൂടാതെ നിലവിലെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറായിട്ടുള്ള ബീന ഫിലിപ്പ് ഉൾപ്പെടെയുള്ള ആളുകളും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിയുന്നതോടുകൂടി കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം ഇതിനോടകം തന്നെ ഈ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള കൂടിയാലോചനകളും മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായിട്ട് നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് ആസ്ഥാനമായിട്ട് ഏറ്റവും വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ടായിരുന്നത് ഈ VM ബിനുവിൻ്റെ, അതായത് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള VM ബിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിൽ കോടതിയിൽ വരെ പോകേണ്ട സാഹചര്യം കോൺഗ്രസിനുണ്ടായി. പക്ഷേ VM ബിനുവിന് വോട്ടില്ല എന്ന് കോടതി പറഞ്ഞതോടുകൂടി ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുന്നു. മറ്റൊന്ന് കല്ലായിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു.
അതായിരുന്നു കോഴിക്കോട് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ വിവാദം എന്ന രീതിയിൽ നമുക്ക് ഉയർത്തി കാണിക്കാനുള്ളത്. പക്ഷേ കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് കഴിഞ്ഞ ഏറെ നാളായിട്ട് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതാണ്. കാരണം CPM ആണ് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് ഭരിക്കുന്നത്. അപ്പോൾ ഇത്തവണ അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് UDF ഇത്തവണ കളത്തിലിറങ്ങുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ BJPയെ സംബന്ധിച്ചിടത്തോളം മുമ്പെങ്കും ഇല്ലാത്ത വിധം വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല പലയിടത്തും രണ്ടാം സ്ഥാനത്താണ് BJP എത്തിയിട്ടുണ്ടായിരുന്നത്. 22ഓളം വാർഡുകളിൽ രണ്ടാം സ്ഥാനത്ത് BJP എത്തുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3 റീജിയനിലെ വിവരങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ 3 പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ. ഈ പറയുന്ന പ്രശ്നങ്ങൾ എനിക്ക് ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായി പറയേണ്ടത് ഈ പറയുന്ന പാർട്ടിക്കകത്തെ കലഹങ്ങളും വിമതശല്യവും ഒക്കെയാണ്. കുറേയൊക്കെ നേതൃത്വം ഇടപെട്ട് അവരെ പരിഹരിക്കാനൊക്കെ ശ്രമിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടം പരിഹരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നു നമുക്ക് മുകൾ തട്ടിൽ തോന്നിയാലും അത് വോട്ട് ആവുമോ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, നേതൃത്വം പറഞ്ഞു ഞങ്ങൾ കേട്ടേക്കാം, അതുകൊണ്ട് ഞങ്ങൾ പിൻവലിച്ചു. പക്ഷേ ആ സംഘത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ വോട്ട് ഇപ്പോൾ PKCയുടെ കാര്യമൊക്കെ നമ്മൾ പാലക്കാടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി അതിൽ നിന്ന് വ്യത്യസ്തമല്ല, എല്ലാ മുന്നണികളിലും പ്രശ്നങ്ങളുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ഇന്ന് 3 മണിയാകുമ്പോഴേക്കും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകാൻ പോകുന്നു. പിന്നെയും കുറച്ച് ദിവസമുണ്ട്. ഇപ്പോൾ K മുരളീധരൻ പറയുന്നത് പിന്നെയും റിബലുകളായി നിൽക്കുന്നവർ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നാണ് K മുരളീധരൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പുകൾ, ഭീഷണികളൊക്കെ മുഖവിലേക്ക് എടുത്ത് ആരൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വിമതന്മാർ പിൻവലിക്കുന്നു എന്നൊക്കെയുള്ള കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും തദ്ദേശം അങ്ങനെ കളം ചൂടുപിടിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.